ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളെല്ലാവരെയും, ഈ സത്യവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും ഞാൻ അഭിനന്ദിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഭാരങ്ങളും നിങ്ങളുടെ വിഷമതകളും നിങ്ങളുടെ ആകുലങ്ങളും നിങ്ങളുടെ രോഗങ്ങളും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും എല്ലാം നിങ്ങൾ ക്രൂശിൻ ചുവട്ടിൽ ഇറക്കി വെച്ചിട്ട് ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുക. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രസംഗിക്കുന്ന മനുഷ്യരെ നോക്കണ്ട, യേശുക്രിസ്തുവിനെ നോക്കുക. ക്രിസ്തു വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ദൈവത്തിന് സ്തോത്രം. അവൻ തനിക്ക് മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടിത്തികച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങളുടെ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളുവിൻ. യേശു നമ്മുടെ മാതൃകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വിശ്വാസ നായകനാണ്, പൂർത്തി വരുത്തുന്നവനാണ്. കഷ്ടത സഹിച്ചും അവൻ പിതാവാൻ ദൈവം ഏൽപ്പിച്ച ദൗത്യം അവൻ നിറവേറ്റിയവനാണ്. വിരോധവും കഷ്ടതകളും അവൻ സഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നാമും ആ വഴിയാണ് പിന്തുടരേണ്ടത്. വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അവൻ നമുക്കൊരു മാതൃക വെച്ച് പോയിരിക്കുന്നു. ക്രിസ്തീയ ജീവിതം കഷ്ടതയില്ലാത്ത ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം കഷ്ടപ്പാടുകളുള്ള ജീവിതമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരിക. ദൈവത്തിന് സ്തോത്രം. തൻ്റെ ക്രൂശെടുത്ത് നമ്മെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ക്രൂശ്, നമ്മുടേതായ ക്രൂശ്, യേശുവിൻ്റെ ക്രൂശല്ല പറയുന്നത്, നമ്മുടേതായ ക്രൂശ് വഹിച്ചുകൊണ്ട് അവൻ പോയ വഴിയെ, ആ ക്രൂശിൻ്റെ വഴിയെ നാമും പോകുക എന്നാണ് കർത്താവ് പറഞ്ഞത്. അതാണ് ക്രിസ്തീയ വഴി എന്ന് പറയുന്നത്. അതാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. നമുക്കൊരു ഭാഗം വായിക്കാം. തീമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം, പൗലോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നമുക്ക് വായിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. നീയോ സകലത്തിലും നിർമ്മതനായിരിക്ക, കഷ്ടം സഹിക്ക, സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധനായ പൗലോസ്ലീഹ എഫെസോസിലെ ബിഷപ്പായ തീമോത്തിയോസിന് എഴുതിയ ലേഖനമാണിത്. തൻ്റെ പ്രിയ ശിഷ്യനായ തീമോത്തിയോസിനോട് അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക. സ്റ്റാൻഡ് സ്റ്റഡി ആൻഡ് ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് സഫറിങ് ഫോർ ദ ലോഡ്. സ്റ്റാൻഡ് സ്റ്റഡി. നീ സ്ഥിരമാനസനാകുക, നീ സ്ഥിരമാകുക, നീ ചഞ്ചലപ്പെടാതിരിക്കുക. സകലത്തിൽ നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക, നിൻ്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ദൈവത്തിന് സ്തോത്രം. നത്തിങ് ബി ലെഫ്റ്റ് അൺഡൺ. ചെയ്യാതെ പൂർത്തീകരിക്കാതെ ബാക്കി വെച്ചിട്ട് നീ കടന്നു പോകാൻ ഇടയാകരുത്. ദൈവത്തിന് സ്തോത്രം. നാം കഴിഞ്ഞ പ്രാവശ്യങ്ങളായി ചിന്തിച്ചു വന്ന വിഷയം നിർവ്യാജ വിശ്വാസം എന്ന വിഷയമാണ്. നിർവ്യാജമായൊരു വിശ്വാസം. ദൈവം എന്ത് കൽപ്പിക്കുന്നുവോ അത് കേട്ട് അനുസരിച്ച് അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട് ജീവിക്കുവാനുള്ളതായ ഒരു ഒരുക്കം, നിർവ്യാജമായ വിശ്വാസം. അത് കൽപ്പിക്കുന്നത് ആരാണ്? യേശുവാണ്. എന്നോടൊരു കാര്യം പറയുന്നത് ആരാണ്? സ്വർഗത്തിലെ ദൈവമാണ്. ആ ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും അവിശ്വസിക്കാതെ, ഞാനത് വളരെ സ്റ്റെഡ് ഫാസ്റ്റായിട്ട്, ഞാൻ വേറെ ഒന്നും ചിന്തിക്കാതെ, പാർശ്വഫലങ്ങളൊന്നും ചിന്തിക്കാതെ, മറ്റുള്ളവർ എന്ത് പറയും എന്ത് ചിന്തിക്കുമെന്ന് ചിന്തിക്കാതെ ആ വചനത്തെ സ്നേഹിക്കുകയും ഉൾക്കൊള്ളുകയും അതിനെ അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് ഞാനൊരു നിർവ്യാജമായ വിശ്വാസിയായി മാറുന്നത്. അപ്പോൾ സ്വലം പറയുകയാണ്, നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക. സ്റ്റാൻഡ് സ്റ്റഡി ആൻഡ് ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് സഫറിങ് ഫോർ ദ ലോഡ്.
യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ നീ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ടാവും. ക്രിസ്തുവിൻ്റെ നാമത്തിലാണോ നീ കഷ്ടം സഹിക്കുന്നത്, ക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടാവും. ഇന്ന് അനേകർ കഷ്ടപ്പെടുന്നവരുണ്ട്. ലോകത്ത് അനേക തരത്തിലുള്ള കഷ്ടപ്പാടുകളുള്ളവരുണ്ട്. പ്രിയപ്പെട്ടവർ, അനേകർ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. അവരവരുടെ കഷ്ടതകളാണ് പറയുന്നത്, അവരവരുടെ ഭാരങ്ങളാണ് പറയുന്നത്, അവരവരുടെ രോഗങ്ങളോ പ്രയാസങ്ങളോ കടബാധ്യതകളോ മക്കളുടെ കാര്യമൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാം ഉണ്ട്, ശരിയാണ്, അതെല്ലാം ഭാരങ്ങൾ തന്നെ പ്രിയപ്പെട്ടവരെ. എന്നാൽ അതിനെല്ലാം പരിഹാരം വരുത്താൻ മതിയായവനൊരു യേശു. ആ യേശുവിനെ എല്ലാത്തിലും ഉപരിയായി കാണാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനെ നമ്മുടെ ഭാരത്തേക്കാൾ വലിയവനായി കാണണം. യേശുക്രിസ്തുവിനെ നമ്മുടെ നേരെ ആഞ്ഞടിക്കുന്നതായ തിരമാലകൾക്ക് മീതെ കാണുവാൻ നാം ആഗ്രഹിക്കണം, നാം പഠിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരങ്ങളും പ്രശ്നങ്ങളും എല്ലാം യേശുവിനേക്കാൾ ചെറുതാണ്. യേശുവാണ് വലിയവൻ. ദൈവത്തിന് സ്തോത്രം. ഓരോന്ന് വരുമ്പോഴും യേശു കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു അറിയുന്നുണ്ട്. നീ ഒരിക്കലും ഏകനായി പോകാൻ എൻ്റെ ദൈവം സമ്മതിക്കുകയില്ല. നീ നല്ല സ്ഥിരമാനസനായിട്ട് എൻ്റെ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ വിശ്വസിച്ച് വചനമനുസരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ മോനെ, നിൻ്റെ സകല ഭാരങ്ങളും യേശു ഏറ്റെടുത്തും. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ദൈവത്തിന് സ്തോത്രം. അവൻ നിന്നെ പുലർത്തും. നിൻ്റെ സകല ഭാരവും യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുരുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. സ്തോത്രം. ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ ഭയപ്പെടാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഉടനെ എൻ്റെ തല താഴും. കർത്താവേ, നീതിമാനെക്കുറിച്ചാണ് നീ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവമേ, നീതിമാൻ വലിഞ്ഞു പോകാൻ നീ ഒരിക്കലും സമ്മതിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇതിന് ഭാരം യഹോവയുടെ മേൽ വെച്ചുള്ളൂ, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവനൊരു നാളും സമ്മതിക്കുകയില്ല. കർത്താവേ, ഞാൻ നീതിമാനായില്ലല്ലോ, എന്നിലിപ്പോഴും പാപമുണ്ടല്ലോ, പാപത്തിൻ്റെ വേരുകളുണ്ടല്ലോ, പാപത്തിൻ്റെ പ്രവണതകളുണ്ടല്ലോ. കർത്താവേ, ഞാൻ എന്നെ തന്നെ പരിശോധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും ദൈവസന്നിധിയിൽ ഇരുന്ന് കരയാറുണ്ട്. എന്നും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഭാരങ്ങളെല്ലാം ഞാൻ കർത്താവിനോട് പറയുമ്പോൾ ഈ ഒരു വാക്യം എൻ്റെ ഓർമ്മയിലേക്ക് വരും. പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നതായ ഭാഗവും ഞാൻ ഉരുവിടും. എന്താണ്? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ. നിനക്ക് ചിന്താകുലം വന്നു, നിനക്ക് ഭാരം വന്നു, നിനക്ക് പ്രയാസങ്ങൾ വന്നു, പക്ഷേ യേശു നിനക്കായി കരുതും. അവൻ നിനക്കായി കരുതുന്നുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ പരീക്ഷയോടുകൂടെ പോക്കുവഴിയും ഉണ്ടാക്കി തരുന്നവനാണെന്ന് യാക്കോബ് ശ്ലീഹ പറയും. പരീക്ഷയോടുകൂടി പോക്കുവഴി ഉണ്ടാക്കി തരുന്നവനാണ് എൻ്റെ ദൈവം. സ്തോത്രം. അതുകൊണ്ട് പരീക്ഷ നേരിടുമ്പോൾ നിങ്ങൾ വലഞ്ഞു പോകണ്ട പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് ഭാരങ്ങൾ വരുമ്പോൾ, നിങ്ങൾക്ക് വഹിക്കാനാകാത്ത ഭാരങ്ങൾ വരുമ്പോൾ നിങ്ങളാരും വിഷമിച്ച് തളർന്നു പോകരുതെന്നാണ് പറയുന്നത്. അത് വഹിക്കാൻ യേശുവുണ്ട്, അത് ഏറ്റെടുക്കാൻ യേശുവുണ്ട്. നീതിമാൻ കുലുങ്ങിപ്പോകാൻ ഒരു നാൾ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ആകെ നിനക്ക് വേണ്ടത് നീ നീതിമാനാകണം. നീതിമാൻ ആരാണ്? കർത്താവായ യേശു പാപം കഴുകിത്തന്നവനാണ് നീതിമാൻ. കർത്താവായ യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകൽ പ്രാപിച്ചവനാണ് നീതിമാൻ. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. റോമലേഖനം 8-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിനും നാം കാശ് കൊടുക്കണ്ട, അതിനും നാം ഭാരമൊന്നും എടുക്കണ്ട, അതിനും നമ്മൾ ബന്ധപ്പെടേണ്ട. പ്രിയപ്പെട്ടവരെ, അവൻ്റെ കൃപയാണത്. കൃപയാൽ അവൻ എല്ലാം നമുക്ക് കഴിയത്തരും. സൗജന്യമായ കൃപയാണ്. ദൈവത്തിന് സ്തോത്രം. ദ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവം നമുക്ക് സൗജന്യമായി തരുന്ന ഒരു സമ്മാനമാണത്. പാപങ്ങൾ ക്ഷമിച്ച് കിട്ടുക എന്ന് പറയുന്നത്. അതിനാകെ വേണ്ടത് എന്താണ്? തകർന്നുറങ്ങിയുമുള്ള ഒരു ഹൃദയം വേണം. തകർന്നുറങ്ങിയുമുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്ത് സമാധാനമാണത്! തകർന്ന ഹൃദയത്തോടെ എൻ്റെ പാവങ്ങൾ ഏറ്റുപറയാൻ മനസ്സുണ്ടോ? എത്ര വലിയ ഘോരമായ പാവം വന്നവരായിക്കൊള്ളട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കണം, കൂശൻ ചോട്ടിൽ മുട്ടുമടക്കണം, തിരുരക്തം വാർന്നൊഴുകി വരുന്നതായ കൂശൻ ചോട്ടിൽ മുട്ടുമടക്കണം. എന്നിട്ട് നിങ്ങളെ പൊന്നുമുഖത്തേക്ക് നോക്കണം. എൻ്റെ അപ്പാ, എനിക്ക് തെറ്റുപറ്റി. നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറയണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ലജ്ജിക്കാതെ മടിക്കാതെ പാപങ്ങൾ യേശുവിനോട്, നീയും യേശുവും മാത്രമുള്ളപ്പോൾ നീ ഏറ്റു പറയണം. അല്ല, മനുഷ്യരോട് പാപം വന്നുപോയോ, മനുഷ്യരോട് നീ മുഖാന്തരം ഏതെങ്കിലും മനുഷ്യർക്ക് ദോഷം വന്നോ, പ്രിയപ്പെട്ടവരെ, അവരെ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ തെറ്റിദ്ധരിച്ച് അവർക്ക് ഒരു ദോഷം വരുത്തുന്ന രീതിയിൽ പെരുമാറിയോ, എങ്കിൽ അവരോട് ആദ്യം നിരപ്പാകണം. മനുഷ്യരോട് നിരപ്പാകണം. മനുഷ്യരോട് നിരപ്പാകാതെ ദൈവത്തോട് നിരപ്പാകാൻ സാധ്യമല്ല. മനുഷ്യനോട് പിണങ്ങിയും ദൈവത്തോട്
ദൈവത്തോട് ഇണങ്ങിയും ജീവിക്കാൻ സാധ്യമല്ല. അങ്ങനെ വചനം പറയുന്നില്ല. മനുഷ്യരോട് നിങ്ങൾ ക്ഷമ ചോദിക്കണം. മനുഷ്യരുടെ നിങ്ങളുടെ അപ്പൻ്റെയോ അമ്മയുടെയോ അടുത്ത് നിങ്ങൾ വളരെ ക്രൂരമായി പെരുമാറിപ്പോയോ, അവരോട് അനുസരണക്കേട് കാണിച്ചോ, ഉള്ളം വേദനിച്ചോ, പ്രിയപ്പെട്ടവരെ അവരോട് ക്ഷമ പറഞ്ഞ് നിരപ്പാകാൻ മടിക്കരുത്, വൈകിക്കൂടാ. അവരെ കാല് പിടിച്ച് മാപ്പ് പറയാൻ വൈകരുത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നു, എൻ്റെ ദൈവമേ, ഞാൻ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് എൻ്റെ അമ്മയോടും അപ്പനോടും ഒക്കെ പാവപ്പെട്ട കൃഷിക്കാരായിരുന്നു, കൂലിവേലക്കാരായിരുന്നു. അവർക്ക് ഈ സമ്പാദ്യങ്ങളോ ഒന്നും കൂടുതലുണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവർ, ഞങ്ങളെയൊക്കെ കഷ്ടി ആഹാരം കുറേശ്ശെ മാത്രം തന്ന് അതിനുള്ള വകയേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പട്ടിണി കിടന്ന് ജീവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏറെ കഷ്ടപ്പെട്ട് അവരൊട്ടും കഴിക്കാതെ ഈ മക്കളായ ഞങ്ങൾക്ക് വിളമ്പി തന്ന് വളർത്തിയതൊക്കെ എൻ്റെ പഴയ കാലമാണ്. പക്ഷേ പലപ്പോഴും ഞാൻ വിദ്യാഭ്യാസമായി, ജോലി കിട്ടി, നല്ല വരുമാനമായി, കുടുംബജീവിതം എല്ലാം വന്നപ്പോഴും പ്രിയപ്പെട്ടവരെ അവരെ എന്നെ വളർത്തിയ വിധങ്ങൾ മറന്നുപോയി. മാതാപിതാക്കന്മാരോട് ധിക്കാരമായി പെരുമാറിപ്പോയി. ഞാൻ എൻ്റെ നോട്ടം കൊണ്ട് അവരെ എന്നെ വളരെ കർശനമായ രീതിയിൽ വളരെ ഗൗരവമായി കോപാവസ്ഥയോടെ നോക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവമേ, ഇതെല്ലാം ഞാൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ കൊള്ളിയാൻ മിന്നുന്നതുപോലെ എൻ്റെ ഹൃദയത്തിലേക്ക് ആ വേദന ഇറങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെ നേരെ പ്രിയപ്പെട്ടവരെ ഞാൻ തുറച്ച് നോക്കിയതും വിരൽ ചൂണ്ടി വർത്തമാനം പറഞ്ഞതുമെല്ലാം ഞാൻ ഓർത്തു. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ് വചനം കേട്ട് എൻ്റെ ഹൃദയം തകർന്നപ്പോൾ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും അടുത്ത് അന്ന് അവർ ബെഡ് റിഡനാണ്, അന്ന് അവർ കിടപ്പ് രോഗികളാണ്. രോഗമല്ല, പക്ഷേ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവർ കിടക്കുകയായിരുന്നു. ഞാൻ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെ അടുക്കൽ ചെന്നു, ആ കാൽക്കൽ ചെന്നിരുന്നിട്ട് ഞാൻ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അപ്പനും അമ്മയും എൻ്റെ നേരെ നോക്കി, മോനെ എന്താ ആയിക്കുമോ, മോനെ എന്താ കരയുന്നത്? ദൈവത്തിന് സ്തോത്രം. ഞാൻ ഉടനെ ആ കാലുകൾ പിടിച്ചുകൊണ്ട് ഞാൻ ക്ഷമ പറഞ്ഞു. ഞാൻ അപ്പനെയും അമ്മയെ ഏറെ വേദനിപ്പിച്ചു. ഞാൻ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ നേരെ ധിക്കാരമായി പെരുമാറി. ഞാൻ ധിക്കാരത്തോടെ നോക്കി. ഞാൻ എൻ്റെ കൈ ചൂണ്ടി വർത്തമാനം പറഞ്ഞു. എല്ലാം എന്നോട് ക്ഷമിക്കണം, എൻ്റെ ഉള്ളത്തിൽ ആ വേദനയായിട്ട് ഞാൻ വന്നതാണ്, എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കണ്ണുനീര് അപ്പൻ്റെ അമ്മയുടെയും കാൽക്കാൽ വീണപ്പോൾ അവരുടെ കണ്ണുനീര് എൻ്റെ തലയിലേക്ക് വീഴുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവരുടെ കണ്ണുനീര് എൻ്റെ തലയിൽ വീണു. പ്രിയപ്പെട്ടവരെ, അവിടെ അനുഗ്രഹം വന്നു. ദൈവത്തിന് സ്തോത്രം. അവരെ എന്നെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ പിന്നീട് ജീവിതം പുഷ്ടിപ്പെട്ട് മുന്നോട്ട് പോകാനിടയായത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇപ്പോൾ ഞാൻ എല്ലാം ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് തെറ്റ് പറ്റിയാൽ നിങ്ങളുടെ മക്കളോടാണോ തെറ്റ് പറ്റിയത്, അപ്പനോടും അമ്മയോടുമാണോ, സഹോദരങ്ങളോടാണോ നിങ്ങൾ ധിക്കാരമായി പെരുമാറുകയോ ഉപദ്രവിക്കുകയോ ചെയ്തത്? ആർക്കെങ്കിലും നിങ്ങൾ ഉപദ്രവം വരുത്തിയിട്ടുണ്ടോ? ശാരീരികമായ ഉപദ്രവം ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ധനാപകരണം വഴിയായിട്ട് ദോഷം വരുത്തിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, അവരെ കാല് പിടിച്ച് നിങ്ങൾ മാപ്പ് പറയാൻ നിങ്ങൾ ഒട്ടും അമാന്തിക്കരുത്. കാരണം ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് ഉള്ളത്തിലേക്ക് ആ ക്ഷമ പറയുമ്പോഴത്തേക്ക്, അവരോട് നിരപ്പാവുമ്പോഴത്തേക്കും വലിയൊരു സമാധാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് തരും. നിങ്ങൾക്ക് വലിയേറെ സന്തോഷമാകും, സമാധാനമാകും, പുതിയൊരു വഴി തുറന്നു കിട്ടിയ പോലെ തോന്നും. ആശ്വാസത്തോടെ നിങ്ങൾക്ക് ജീവിക്കാം പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, സ്വർഗരാജ്യത്തിൻ്റെ അവകാശം നിങ്ങൾക്ക് പ്രാപിക്കുകയും ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് മനുഷ്യരോട് നിരപ്പാകുക, പിന്നെ ദൈവത്തോട് നിരപ്പാകുക. ദൈവത്തിന് സ്തോത്രം. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറയുകയാണ്, സ്റ്റാൻഡ് സ്റ്റഡി ആൻഡ് ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് സഫറിങ് ഫോർ ദ ലോർഡ്. കർത്താവിന് വേണ്ടി നീ കഷ്ടം സഹിക്കാനായിട്ട് ഒരിക്കലും നീ സംശയിക്കേണ്ട, നീ ഒരിക്കലും അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. ബ്രിങ് അതേഴ്സ് ടു ക്രൈസ്റ്റ്. ബ്രിങ് അതേഴ്സ് ടു ക്രൈസ്റ്റ്. സകലത്തിൽ നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക. എന്താണ് സുവിശേഷകൻ്റെ പ്രവൃത്തി? ബ്രിങ് അതേഴ്സ് ടു ക്രൈസ്റ്റ്. മറ്റുള്ളവരെ ഈ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. മറ്റുള്ളവരെ, യേശുവിനെ അറിയാത്തവരെ, യേശുവിൻ്റെ വചനം സ്വീകരിക്കാത്തവരെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് ഒരു സുവിശേഷകൻ്റെ പ്രവൃത്തി. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക. നിൻ്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. നത്തിങ് ബി ലെഫ്റ്റ് അണ്ടൺ, ലീവ് നത്തിങ് അണ്ടൺ, ലീവ് നത്തിങ് അണ്ടൺ. ദൈവത്തിന് സ്തോത്രം. ദാറ്റ് യു ഓട്ട് ടു ഡു. നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഒന്നും ബാക്കി വച്ചേക്കരുത്. ദൈവം നിങ്ങളെ ചില വേലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ലോകത്തിലേക്ക് നാം വന്നപ്പോൾ കർത്താവ് നമ്മെ ഒരു വേല ഏൽപ്പിച്ചിട്ടുണ്ട്. നാം ചെയ്യേണ്ടതായ വലിയ ചില സുവിശേഷ പ്രവർത്തനങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ യേശുവിന് വേണ്ടി നേടുവാനുള്ള വലിയൊരു പ്രവൃത്തി, വലിയൊരു വേല നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും പ്രസംഗിക്കണമെന്നല്ല പറയുന്നത്.
എല്ലാവർക്കും അതിനുള്ള സാഹചര്യം ഉണ്ടാവണമെന്നില്ല, എല്ലാവരും ആരാധന നടത്തണമെന്നല്ല പറയുന്നത്. എന്നാൽ നമുക്കൊരു കാര്യം നമുക്ക് സാധിക്കും. എന്താണ്? നമുക്ക് ആത്മാക്കൾക്ക് വേണ്ടി കരയുവാൻ സാധിക്കും. ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കാൻ, മറ്റുള്ളവരുടെ മാനസാന്തത്തിന് വേണ്ടി കരയുവാൻ രഹസ്യ സമയങ്ങളിൽ ഞാനും യേശുവും മാത്രമുള്ളപ്പോൾ നമ്മുടെ ഏകാന്ത നിമിഷങ്ങളിൽ യേശുവിൻ്റെ സന്നിധിയിൽ കണ്ണീരൊഴുക്കി ആത്മാക്കൾക്ക് വേണ്ടി കരയാമല്ലോ പ്രിയപ്പെട്ടവരെ. യേശുവിനെ അറിയാതെ നശിച്ചു കൊണ്ടിരിക്കുന്നതായ ദൈവത്തിൻ്റെ മോഹന സൃഷ്ടിയായ അനേക കാര്യങ്ങൾ, കോടാനുകോടി മക്കളുണ്ടല്ലോ, കോടാനുകോടി മനുഷ്യരുണ്ടല്ലോ. നിങ്ങൾക്ക് അറിയാവുന്നവരെയും നിങ്ങൾക്ക് ബന്ധത്തിലുള്ളവരെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും രക്തബന്ധത്തിലുള്ളവരെയും നിങ്ങളുടെ സഹോദരങ്ങളെയും നിങ്ങളുടെ ദേശത്തുള്ളവരെയും ബന്ധുമിത്രാദികളെയും എല്ലാം ഓരോരുത്തരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്ക് പെറുക്കി കൊണ്ടുവന്ന് ഇരുത്താമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവരെ വിളിച്ചുകൊണ്ടുവന്ന് ഇരുത്തുന്ന കാര്യമല്ല പറയുന്നത്. നിങ്ങളുടെ ധ്യാനത്തിങ്കിൽ അവരെല്ലാവരെയും വഹിച്ചുകൊണ്ട് യേശുവിനോട് നിങ്ങൾക്ക് കണ്ണീരൊഴുക്കാമല്ലോ. ദൈവത്തിന് സ്തോത്രം. ആ കണ്ണീര് ഒരിക്കലും പ്രിയപ്പെട്ടവർ നിഷ്ഫലമായി പോവുകയില്ല. അതിനും പ്രതിഫലമുണ്ട് പ്രിയപ്പെട്ടവർ. ദൈവവേലയിൽ പങ്കാളികളാകുക. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്ത് ഒരു മനുഷ്യൻ നേടാവുന്ന ഏറ്റവും വലുതാണ് അവൻ്റെ ആത്മാവെന്ന് പറയുന്നത്. ഒരുവൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനമെന്നാണ് കർത്താവ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആത്മാവിനെ നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന അനേകരെ നമുക്ക് ചുറ്റും കാണാമല്ലോ. പാപത്തിൽ രസിച്ചും മുഴുകിയും ജീവിക്കുന്ന അനേകരെ നമുക്ക് കാണാമല്ലോ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ കൂട്ടായ്മയിലുള്ളവരായിരിക്കും, യാതൊരു സാക്ഷ്യവുമില്ല, ദുർസാക്ഷ്യത്തോടെ എന്ത് തോന്നിവാസവും ചെയ്ത് എന്ത് ചീത്ത പ്രവൃത്തികളും ചെയ്ത് ജീവിക്കാനായിട്ടും പറയുവാനായിട്ടും മടിയില്ലാത്തവരെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കാണാമല്ലോ. വേർപാട് പാലിക്കാതെ ലോകത്തോടും വേണ്ടാത്ത കാര്യങ്ങളോടും അശുദ്ധിയോടും ഒന്നും വേർപാട് പാലിക്കാതെ ജീവിക്കുന്നവരെ നിങ്ങൾക്ക് കാണാമല്ലോ. അവരെ എല്ലാം യേശുവിനെ നാമത്തിൽ യഥാസ്ഥാനപ്പെടുത്തുവാനുള്ള ഒരു അധ്വാനം നമ്മുടെ പക്ഷത്ത് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുക എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നമുക്ക് വായിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കുക. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് കൂട്ടായ്മയിലുണ്ടായിരുന്നു. ഒരു കാലത്ത് കൂട്ടായ്മയിൽ ചേർന്ന് ദൈവത്തിൻ്റെ വേലയെ സഹകരിച്ച് നടന്ന ആളാണ്. എന്നാൽ ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചു, എന്നെ വിട്ട് തെസ്സലോനിക്കയിൽ പോയി. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെട്ട. ദേമാസ് ഹാസ് ലെഫ്റ്റ് മീ. എന്നെ വിട്ടുപോയി. ഹീ ലവ്ഡ് ദ ഗുഡ് തിങ്സ് ഓഫ് ദിസ് ലൈഫ് ആൻഡ് വെൻറ്റ് ടു തെസ്സലോനിക്ക. ഈ ലോകത്തിൻ്റെ ധാടിമോടികളിലും ഈ ലോകത്തിൻ്റെ ആ സുഖസൗകര്യങ്ങളിലും ഈ ലോകത്തിൻ്റെ ചേരുന്നതായ നല്ല നല്ല കാര്യങ്ങൾക്കും വേണ്ടി അവൻ്റെ ജീവിതം മാറ്റിവെക്കുകയും അവൻ വ്യതിചലിച്ച് കൃപയിൽ നിന്ന് വീണു പോവുകയും ചെയ്തു. ആൻഡ് ഹി വെൻറ്റ് ടു തെസ്സലോനിക്ക. അങ്ങനെ അവൻ തെസ്സലോനിക്കയിൽ പോയി. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. എന്നെ വിട്ടു, ലോകത്തെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവർ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകത്തെ യേശുവിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചാൽ അത് ദൈവത്തിൻ്റെ ശത്രുവായി മാറുകയാണ് നാം. ലോകത്തെ സ്നേഹിച്ചു എന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ദേമാസിന്. പക്ഷേ ദേമാസ് വിട്ടുപോയി. ദേമാസ് കൃപയിൽ നിന്ന് വീണുപോയി. അപ്പോസ്തലൻ കരയുകയാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം അപ്പോസ്തലൻ ഏറെ കഷ്ടപ്പെട്ടതാണ്. അനേകരെ ക്രിസ്തുവിലേക്ക് നടത്താൻ ഏറെ അധ്വാനിച്ചതാണ്. കാടും മേടും ഓടി കടന്ന് പ്രിയപ്പെട്ടവർ അനേക ആക്രമണങ്ങളെ ഏറ്റുവാങ്ങി അപ്പോസ്തലൻ ഒരുപാട് അപകടങ്ങൾ തരണം ചെയ്ത് ഒത്തിരി കഷ്ടപ്പെട്ട് ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അപ്പോസ്തലൻ ഇതാ ഓടി കടന്ന് ആത്മാക്കളെ നേടിയതാണ്. അങ്ങനെയുള്ള ഓരോരുത്തരും നശിച്ചു പോകുന്നത് കാണുമ്പോൾ അപ്പോസ്തലന് വേദനയാണ്. 11-ാം വാക്യം, അടുത്ത വാക്യം. ക്രേസ്കേസ് ഗലാത്തിക്കും തീത്തോസ് ദൽമാത്തിക്കും പോയി. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ. എത്രയോ വലിയ അനുഗ്രഹീതമായ ശുശ്രൂഷയായിരുന്നു അപ്പോസ്തലൻ്റെ. എന്നാൽ അപ്പോസ്തലൻ ഇപ്പോൾ പറയുകയാണ്, ഈ ക്രേസ്കേസും അതുപോലെ തീത്തോസും വഴി പിരിഞ്ഞങ്ങ് പോവുകയാണ്. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ. 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. നോ വൺ വാസ് ഹിയർ ടു ഹെൽപ്പ് മീ. എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. ഞാൻ സുവിശേഷ പ്രവർത്തനവുമായിട്ട് ഞാൻ നടന്നപ്പോൾ ആരും എനിക്ക് തുണ നിന്നില്ല. ദർ വാസ് നോ വൺ ടു ഹെൽപ്പ് മീ. നോ വൺ വാസ് ഹിയർ ടു ഹെൽപ്പ് മീ. എവരി വൺ ഹാഡ് റൺ അവേ. എല്ലാവരും എന്നെ വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, ഒരു അനുഗ്രഹീതമായ ഒരു കൂട്ടായ്മ. എല്ലാവരും എന്നെ വിട്ടുപോയി എന്ന്
അപ്പോസ്തലൻ കരയുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് കരയുകയാണെന്നൊന്ന് ഓർത്തോളണം. കരയുകയാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ലോകത്തെ സ്നേഹിച്ചും സ്വന്തം വഴിക്ക് തിരിഞ്ഞും ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ പരിശുദ്ധാത്മാവിൻ്റെ രംഗം വിട്ട് മാറുമ്പോൾ നിങ്ങൾ കരഞ്ഞുകൊള്ളണം. ദൈവം കരയുകയാണ്. ദൈവത്തിൻ്റെ കരച്ചിൽ നിങ്ങൾ കാണണം. ദൈവത്തിന് സ്തോത്രം. എവരി വൺ ഹാഡ് റൺ അവേ. 4:17. കർത്താവോ എനിക്ക് തുണ നിന്ന്. ബട്ട് ദ ലോർഡ് സ്റ്റുഡ് വിത്ത് മീ. എല്ലാവരും ഓടിപ്പോയി, എല്ലാവരും എന്നെ വിട്ടുപോയി, പക്ഷെ കർത്താവ് എനിക്ക് തുണ നിന്നു. ബട്ട് ദ ലോർഡ് സ്റ്റുഡ് വിത്ത് മീ. ദൈവം എനിക്ക് തുണ നിന്നു. അതുകൊണ്ട് കേട്ടോ പ്രിയപ്പെട്ടവർ, നിങ്ങൾ വിട്ടുപോയാൽ ആ ദൈവദാസനോ അല്ലെങ്കിൽ ആ സുവിശേഷകനോ അല്ലെങ്കിൽ ആ കൂട്ടായ്മയ്ക്കോ ഒരു ദോഷവും വരികയില്ല. നിങ്ങൾക്കായിരിക്കും നഷ്ടം. ദ ലോർഡ് സ്റ്റുഡ് വിത്ത് മീ. ദൈവം എന്നോട് കൂടെ നിന്നു. സ്തോത്രം. എല്ലാവരും വിട്ടുപോയി, ദൈവം എന്നോട് കൂടെ നിന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അതുകൊണ്ട് അപ്പോസ്തലന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. തീമോഥെയോസിനോട് അപ്പോസ്തലൻ പറയുകയാണ്, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ഞാനോ ഇപ്പോൾ തന്നെ പാനീയമായി ഒഴിക്കപ്പെടുന്നു. മോനെ, ഇനി അധികം കാലമില്ല. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. ഞാനോ ഇപ്പോൾ തന്നെ ഉടൻ തന്നെ ഞാനൊരു പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു. എൻ്റെ രക്തം ചിന്തും, എൻ്റെ രക്തം വാർന്ന് ഞാൻ മരിക്കും. എന്നെ കൊല്ലുവാനായിട്ട് റോമൻ സർക്കാർ എല്ലാ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കും. ഞാൻ മരിപ്പാറായിരിക്കുന്നു. എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. എന്നാൽ അപ്പോസ്തലൻ ഒരു കാര്യം പറയുവാനുണ്ട്. എന്താണ് പറയാനുള്ളത്? ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ നന്നായിട്ട് പോരാടി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി ഒരു വലിയ പ്രതീക്ഷ, വലിയൊരു പ്രത്യാശ. എന്താണ്? നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. എനിക്ക് വലിയൊരു പ്രതിഫലം കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരാധനയിൽ നമ്മുടെ പിതാക്കന്മാർ ആ പ്രത്യാശ അനുസരിച്ചുകൊണ്ടൊരു ഗീതം ആലപിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഏവങ്കേലിയോൻ വായിച്ചു കഴിയുമ്പോൾ എല്ലാവരും കൂടെ ആലപിക്കുന്നതായ ഒരു ആരാധനാ ഗീതം. എന്താണത്? യജമാനൻ വരുമന്നേര തുണർവുള്ളോരായി, മുന്തിരിത്തോപ്പിൽ പണിയായി, കാൺമോരെ ധന്യരാം, പകലെല്ലാം തൻ കൂടെ പണിതോരവർ കവനാര കെട്ടി പരികർമ്മിച്ചിടും. താതനിരുത്തും മേശയ്ക്കായി പരികർമ്മിക്കും സുതൻ. ഋക്കുദിശാപ്പാറക്കലിത്ത മുടയുന്നു രോമുടി. ഹാലേലുയ്യ. ചൂടും മകുടത്തിൽ. പകലെല്ലാം യജമാൻ്റെ കൂടെ വേല ചെയ്തവർ ഭാഗ്യവാന്മാരാണ്. യജമാനം വരുന്ന ഒരു സമയമുണ്ട്. യജമാനം വരുന്ന നേരത്ത് ഉണർവുള്ളവരായി യജമാൻ്റെ മുന്തിരിത്തോട്ടത്തിൽ, ഈ യജമാൻ്റെ വേലസ്ഥലത്ത് അനേക ആത്മാക്കളെ നേടുവാനുള്ള സുവിശേഷവുമായിട്ട്, അധന്യമായ സുവിശേഷവുമായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷ വേലയുമായിട്ട് യജമാൻ്റെ തോട്ടത്തിൽ എപ്പോഴും ഉണർവുള്ളവരായി കാണുന്ന ആ ദാസന്മാരത്രേ ഭാഗ്യവാന്മാർ. അവർ മാത്രമാണ് ഭാഗ്യവാന്മാർ. യേശു വരുമ്പോൾ നാം അവൻ്റെ തോട്ടത്തിൽ, അവൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ഉണർവുള്ളവരായി കാണപ്പെടണം. കർത്താവിൻ്റെ വേലയിലായിരിക്കുമ്പോൾ മരിച്ചു പോകണം. എൻ്റെ ദൈവമേ, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. എൻ്റെ കർത്താവിനോട് പറയാറുമുണ്ട്, ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവമേ, കർത്താവേ, നിൻ്റെ വേലയിലായിരിക്കുമ്പോൾ എനിക്ക് ഈ ലോകം വിട്ടു പോകണം. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അങ്ങനെ ഉണർവുള്ളവരായി മുന്തിരിത്തോട്ടത്തിൽ അവൻ്റെ വേലയിലായിരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അവൻ വരുമ്പോൾ, യജമാനൻ വരുമ്പോൾ അവൻ അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദൈവത്തിന് സ്തോത്രം. അവർക്ക് വേണ്ടി അരകെട്ടി ശുശ്രൂഷ ചെയ്യും. അവർക്ക് വേണ്ടി വലിയ വിരുന്നുമേശ ഒരുക്കും. ആ വിരുന്നുമേശയിൽ അവൻ അവർക്ക് വേണ്ടി ശുശ്രൂഷ ഒരുക്കും. കർത്താവ് തന്നെയാണ് ആ ശുശ്രൂഷ ഒരുക്കുന്നത്. കർത്താവാണ് അവർക്ക് വിളമ്പിക്കൊടുക്കുന്നത്. ആ വലിയ ധന്യമായ ആ വിരുന്ന് കർത്താവാണ് വിളമ്പിക്കൊടുക്കുന്നത്. അവൻ അരകെട്ടി അവർക്ക് ശുശ്രൂഷ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, പിന്നെ പരിശുദ്ധാത്മാവ് മുടഞ്ഞു വെച്ചിരിക്കുന്ന മുടി, പരിശുദ്ധാത്മാവ് ഒരുക്കി വെച്ചിരിക്കുന്ന കിരീടം, പ്രതിഫലമെന്ന കിരീടം, വലിയ കിരീടങ്ങൾ, ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് മുടഞ്ഞു വെച്ചിരിക്കുന്നതായ കിരീടം
കിരീടം അവരുടെ ഓരോരുത്തരെയും തലമേൽ പിതൃനാം ദൈവം ചൂടിക്കും. പരിശുദ്ധാത്മാവ് മടഞ്ഞു വെച്ചിരിക്കുന്നതായ കിരീടം ആ യജമാനൻ ഓരോരുത്തരെയും തലമേൽ വയ്ക്കും. സ്വർഗരാജ്യത്തിൽ ഒരു നാൾ കടന്നു ചെല്ലുമ്പോൾ ഈ വലിയ സൗഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ ദൈവവേലക്കാരനെ കാത്തിരിക്കുന്നത്. ആത്മാർത്ഥമായി ദൈവമേ സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ സ്വയത്തെ വെടിഞ്ഞ് എല്ലാം വെടിഞ്ഞ് ലോകം മായെന്ന് എണ്ണിക്കൊണ്ട് കഷ്ടം സഹിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി ഏതും ആകാനുള്ള ഒരു മനസ്സൊരുക്കത്തോടെ കർത്താവിനെ ശുശ്രൂഷിക്കുന്നവർ, വേല ചെയ്യുന്നവർക്ക് സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്ന ആ വലിയ പ്രതിഫലം പ്രാപിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? അതിനായി ഒരുങ്ങുക പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. ഒരു നിമിഷം നമ്മുടെ തലകളെ വണങ്ങാം. അങ്ങനെ ഒരുങ്ങുന്നവരെ കർത്താവ് ഇപ്പോൾ സന്തോഷത്തോടെ കാണുന്നു. നിങ്ങൾ അതിനുള്ള മനസ്സൊരുക്കമുണ്ടോ, ഒരു തീരുമാനമുണ്ടോ എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും എല്ലാം താഴെ വച്ചിട്ട്, ആവലാതികളെല്ലാം താഴെ വച്ചിട്ട് അതെല്ലാം കർത്താവ് എടുത്തുകൊള്ളും പ്രിയപ്പെട്ടവരെ. എന്നാൽ നിങ്ങൾ യേശുവിന് വേണ്ടി ഏതും ആകുവാനുള്ള ഒരു മനസ്സൊരുക്കത്തോടെ യേശുവിന് വേണ്ടി വേല ചെയ്യുവാൻ, യേശുവിന് വേണ്ടി ആയുഷ്കാലം മുഴുവൻ നിന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി ജീവിപ്പാൻ, നിന്റെ വേല ചെയ്യുവാൻ, അനേക ആത്മാക്കളെ നേടുവാൻ, യേശുവിനെ അറിയാതെ ഇപ്പോൾ നാശത്തിലേക്ക് പോകുന്നവരെ തിരിഞ്ഞു പിടിച്ചുകൊണ്ട് യേശുവെ ക്രൂശിൻ ചുവട്ടിലേക്ക് വന്ന് നിന്നെ പകർന്നു കൊടുക്കുവാൻ, നിന്റെ സുവിശേഷം കൊടുക്കുവാൻ, കർത്താവേ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു കർത്താവേ, ഞാൻ എന്നെ തന്നെ നിനക്ക് തരുന്നു കർത്താവേ. യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ ഒരു അടിമയായി നിനക്ക് വേണ്ടി വേല ചെയ്തു കൊള്ളാം. യേശുവേ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ദൈവമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കുള്ള സകലത്തെയും അനുഗ്രഹിക്കണമേ. എല്ലാവരും യേശുവിനെ അറിയാൻ ഇടയാകണമേ കർത്താവേ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകണമേ. യേശുവിനെ അറിഞ്ഞ് ജീവിക്കുന്ന, യേശുവിനെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു വലിയൊരു തലമുറ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരണമേ. അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ കർത്താവേ. ഈ ഞങ്ങളുടെ കൂട്ടായ്മയെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. നന്മകളാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ.